ഇട ദിവസങ്ങളിൽ ഓഫ് കിട്ടിയാലുണ്ടല്ലോ എങ്ങനെ പോയാലും 7 മണിയാകുമ്പോൾ എഴുന്നേക്കേണ്ടി വരും. കാരണം പിള്ളേർക്ക് സ്കൂളുണ്ടല്ലോ. ഇന്നിപ്പം അതിനേക്കാളും കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം ഇച്ചിരി പരിപാടിയുണ്ടേ. എന്നാന്നറിയാവോ, ഇവിടെ ഹലോവിയം വരുമല്ലേ. അപ്പം മൂത്തയാൾക്ക് ഇന്ന് സ്കൂളിൽ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകണമായിരുന്നേ. നാളെയാണ് അവർക്ക് മുഖം മൂടി വെച്ചിട്ട് പോകേണ്ട ദിവസം. ഞാൻ രാവിലെ തന്നെ എൻ്റെ മേക്കപ്പ് സെറ്റിലെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. കരവിരുത് കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേന്ന് വിചാരിച്ച്. എവിടെ, നമുക്കിത് വല്ല അറിയാവോ? ഇവിടെ വന്നിട്ട് വല്ലേ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. പക്ഷെ എൻ്റെ കൊച്ചുണ്ടല്ലോ, അമ്മയിൽ 100% വിശ്വാസം അർപ്പിച്ച് അവൻ്റെ ആ ഇരിപ്പ് കണ്ടോ, കോൺഫിഡൻസോടെ. കർത്താവ് എന്താക്കുമെന്നറിയില്ലാതെ ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കിട്ടാവുന്ന എൻ്റെ കൺമഷി ലിപ്സ്റ്റിക് ഉള്ള സംഭവങ്ങൾ മുഴുവൻ വെച്ചിട്ട് ഞാൻ ആ മുഖത്തൊരു പരിപാടി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അഭിമാനത്തിന്റെ പ്രശ്നമാണേ. അമ്മയിലുള്ള വിശ്വാസം മക്കൾക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. രണ്ടും കൽപ്പിച്ചങ്ങ് പണി തുടങ്ങി. ഇതിലെ ഓരോ വരയൊക്കെ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച ഞാൻ പരിപാടി തുടങ്ങിയതെങ്കിലും ചെയ്തു വന്നപ്പം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെ അവരെന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പുറകോട്ട് പോവുക? എന്റെ മേക്കപ്പ് സെറ്റ് കൊണ്ട് ഇങ്ങനെയെങ്കിലും വല്ല ഉപകാരം ഉണ്ടാവട്ടെ. ഒരു കുപ്പി ഐലൈനറും കുറച്ച് ലിപ്സ്റ്റിക്കും തീർന്നെങ്കിലും അവസാനം ഫൈനൽ ലുക്ക് വന്നപ്പോൾ അത്യാവശ്യം കൊള്ളാട്ടോ. പുള്ളി ഹാപ്പി, ഇളയവന് ഹാപ്പി, ഞാൻ ഡബിൾ ഹാപ്പി. ദാ എങ്ങനെയുണ്ട്? ഇച്ചിരി പേടിയൊക്കെ തോന്നുന്നില്ലേ? എന്നായാലും സംഭവം ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നണു. ഇനിയിപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ അറിയാം ബാക്കി വിശേഷങ്ങളൊക്കെ. അവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു വരുന്നതേ. അപ്പോൾ ഇവർക്കൊരു സന്തോഷമല്ലേ. ഭാഗ്യത്തിന് ഇന്ന് എനിക്ക് ഓഫായിരുന്നു കേട്ടോ. നാളെ ചെറുതിന് ചെയ്തു വിടണ്ടേ. കുട്ടിസിന് ഇപ്പോഴേ ടെൻഷനായി ഇത് കണ്ടിട്ട്. ഞാൻ എന്ത് ചെയ്യൂടെന്നും പറഞ്ഞിരിക്കുക. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.